അയോധ്യയുടെ സിംഹാസനം പുളകം കൊണ്ടിരുന്ന കാലം മഹാരാജാവ് ദശരഥന്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി. പുത്രകാമേഷ്ടി യാഗത്തിന്റെ പവിത്രമായ അഗ്നിയിൽ നിന്ന് ലഭിച്ച അമൃതിന്റെ ഫലമായി അദ്ദേഹത്തിന് 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. താമസിയാതെ ആ രാജകുടുംബത്തിലേക്ക് 4 യോദ്ധാക്കൾ പിറന്നു വീണു. ആ നഗരം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. രാജമാതാവായ കൗസല്യയിൽ സൂര്യ തേജസ്സോടെ ധർമ്മത്തിന്റെ പര്യായമായി പ്രഭു ശ്രീരാമൻ പിറന്നു വീണു. അതുപോലെ മാതാ കൈകേയിയിൽ ഐശ്വര്യത്തിന്റെ പ്രഭാവവും ഭരണ പാടവത്തിന്റെ ഊർജ്ജസ്വലതയുമുള്ള ഭരതനും പിറവികൊണ്ടു. അനന്തരം മാതാ സുമിത്രയിൽ ഇരട്ടകളായി അഗാധമായ സ്നേഹബന്ധം പ്രകടമാക്കിക്കൊണ്ട് പ്രഭു ശ്രീരാമന്റെ നിഴലായി മാറിയ ലക്ഷ്മണനും ഭരതനോട് തുല്യമായ വാത്സല്യം കാണിച്ച ശത്രുഘ്നനും പിറന്നു വീണു. കൊട്ടാരത്തിലെ സന്തോഷത്തിനിടയിൽ ഒരു ദുഃഖത്തിന്റെ നിഴൽ വീണു. ആ 4 കുട്ടികളിൽ ഒരാൾ അവന്റെ ജനനം മുതൽ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ കരച്ചിൽ ഒരു സാധാരണ കുഞ്ഞിന്റേതായിരുന്നില്ല. അത് കേൾക്കുന്നവരുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. മാതാവ് അവനെ എത്രയെത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. താരാട്ടുപാട്ടുകൾ പാടി മാറോട് ചേർത്ത് മധുരം നൽകി. എന്നാൽ അവന്റെ കണ്ണുനീർ നിലച്ചിരുന്നില്ല. അവന്റെ മുഖത്തെ ഭാവം ആരെയും അസ്വസ്ഥനാക്കി. പരിഭ്രാന്തനായ ദശരഥ മഹാരാജാവ് രാജകീയ വൈദ്യന്മാരെ വിളിച്ചു വരുത്തി. അവർ കുഞ്ഞിനെ പലവട്ടം പരിശോധിച്ചു. പക്ഷേ അവന് ശാരീരികമായി ഒരു ബുദ്ധിമുട്ടുമില്ല മഹാരാജൻ. പക്ഷേ അവന്റെ ഈ കരച്ചിലിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, വൈദ്യന്മാർ പറഞ്ഞു. മഹാരാജാവിന്റെ നെഞ്ചു നീറി. ഈ 4 മക്കളുടെ പിറവിക്കായി അദ്ദേഹം എത്ര കാലമാണ് കാത്തിരുന്നത്. ഒടുവിൽ മറ്റു വഴികളില്ലാതെ രാജാവ് തന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ സന്നിധിയിലേക്ക് പോയി. ഗുരു, എന്റെ ആഹ്ലാദം അപൂർണമാണ്. ഒരു കുഞ്ഞ് അവൻ പിറന്ന നിമിഷം മുതൽ നിലവിളിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ അവൻ എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. വസിഷ്ഠ മഹർഷി ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. രാജകീയ തൊട്ടിലിൽ തളർന്ന് ജീവൻ പോകുന്നത് പോലെ തോന്നിക്കുന്ന വിധത്തിൽ തീവ്രമായി കരയുന്ന ആ ശിശുവിനെ അദ്ദേഹം കണ്ടു. മഹർഷി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ധ്യാനത്തിലിരുന്നു. കൊട്ടാരത്തിലെ എല്ലാവരും ശ്വാസമടക്കി അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. കണ്ണു തുറന്ന മഹർഷി സേവകരോട് ശാന്തമായി ആജ്ഞാപിച്ചു, ഈ കുട്ടിയുടെ തൊട്ടിൽ ഉടൻ തന്നെ രാമന്റെ തൊട്ടിലിനടുത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുക. സേവകർ അപ്രകാരം ചെയ്തു. കരയുന്ന കുഞ്ഞിന്റെ തൊട്ടിൽ രാമൻ സുഖമായി ഉറങ്ങുന്ന തൊട്ടിലിനടുത്തേക്ക് വച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. കരച്ചിലിന്റെ തീവ്രത പെട്ടെന്ന് കുറഞ്ഞു. കുഞ്ഞ് ഏങ്ങലടിക്കുന്നത് നിർത്തി. പക്ഷേ പതിഞ്ഞ ശബ്ദത്തിൽ ഒരു തേങ്ങലായി അത് മാറി. എന്നിട്ടും പൂർണ്ണമായി അവൻ ശാന്തനായിരുന്നില്ല. ഇതുകണ്ട വസിഷ്ഠ മഹർഷി പുഞ്ചിരിച്ചു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, കാരണം വ്യക്തമാണ്, എന്നാൽ പരിഹാരം ഇതാണ്. ഈ കുട്ടിയെ അവന്റെ സഹോദരനായ രാമന്റെ തൊട്ടടുത്തായി അതേ തൊട്ടിലിൽ തന്നെ കിടത്തുക. മഹർഷിയുടെ ആജ്ഞപ്രകാരം തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന ആ നവജാത ശിശുവിനെ എടുത്ത് പ്രഭു ശ്രീരാമന്റെ അരികിൽ മൃദുലമായ കിടക്കയിൽ കിടത്തി. ആ നിമിഷം സംഭവിച്ച കാഴ്ച കൊട്ടാരത്തിലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കുഞ്ഞിന്റെ കരച്ചിൽ പൂർണ്ണമായും നിലച്ചു. നിമിഷങ്ങൾക്കകം അവൻ മെല്ലെ തിരിഞ്ഞ് ചുറ്റുമുള്ളവരെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുകയും ചെയ്തു. ആ മുഖം അപ്പോൾ പൂർണ്ണമായി ശാന്തമായിരുന്നു. അവന് വേണ്ടിയിരുന്നത് മറ്റാരുമല്ല, തന്റെ ജ്യേഷ്ഠന്റെ സാമീപ്യം മാത്രമായിരുന്നു. ആ കുഞ്ഞും മറ്റാരുമായിരുന്നില്ല. പിറന്ന നിമിഷം മുതൽ തന്റെ ജ്യേഷ്ഠൻ രാമന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കപ്പെട്ട മഹായോദ്ധാവായ പ്രഭു ശ്രീരാമന്റെ നിഴലായി മാറിയ ലക്ഷ്മണനായിരുന്നു അത്. ഈ കഥ ലക്ഷ്മണന് രാമനോടുള്ള അഗാധമായ ഭക്തിയും സ്നേഹവുമാണ് വെളിപ്പെടുത്തുന്നത്. നവജാത ശിശുവായിരുന്ന ലക്ഷ്മണൻ രാമന്റെ സാമീപ്യം ലഭിക്കാത്തതിനാലാണ് കരഞ്ഞത്. രാമന്റെ അടുത്ത് കിടത്തിയപ്പോൾ കരച്ചിൽ നിർത്തിയ ഈ സംഭവം ലക്ഷ്മണന്റെ ജീവിതം പൂർണ്ണമായും രാമന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്നും ജ്യേഷ്ഠാനുജ ബന്ധത്തിന്റെ മഹത്വം എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു.